Hey friends, welcome back to our YouTube channel. It's me Q. So like, share, comment and subscribe. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. സംഭവം എന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഡെയിലി സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ മെയിനായിട്ടും വീക്കെൻഡ് ഡേയ്സിലാണ് സ്കിൻ കെയർ ചെയ്യാറുള്ളത്. അതായത് വീക്ക്ലി ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകും. ഡെയിലി ആയിട്ട് ഞാൻ ചെയ്യാറില്ല. സോ അതിൻ്റേതായ രീതിയിലാണ് എൻ്റെ സ്കിൻ കെയർ ഉള്ളത്. സോ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ അതൊരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല. കാരണം നമ്മളിപ്പോൾ വീക്കെൻഡിലും ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് തമ്മിൽ നമ്മൾ നന്നായിട്ട് തന്നെ ചേഞ്ച് ആക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ സ്കിൻ കെയർ വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ പണ്ട് ക്ലെൻസിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഡബിൾ ക്ലെൻസിങ്ങും ചെയ്യുമായിരുന്നു. സോ അത് ഞാൻ ഒരു മോയിസോഫ്റ്റ് എന്ന് പറയുന്ന ക്ലെൻസർ ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് ചെയ്തത്. സോ അതിൽ ഞാൻ ഹെർബലിൻ്റെ പപ്പായ ഫേസ് വാഷാണ് യൂസ് ചെയ്യാറുള്ളത്. സോ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യാന്നുള്ളതാണ്. സോ പിന്നീട് ഞാൻ ഈ 2 പ്രൊഡക്റ്റും നിർത്തലാക്കി. എനിക്ക് നെഗറ്റീവായിട്ട് അങ്ങനെ യാതൊന്നും തോന്നിയിട്ടില്ല. സോ ഞാൻ ഈ മുഖം കഴുകുന്നതും അതൊക്കെ എങ്ങനെ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് മറ്റുള്ളവരുടെ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാനും അറിഞ്ഞുകൂടാ. സോ ഹിമാലയയുടെ ഒരു ബേബി സോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യാറുള്ളത്. സംഭവം കുറച്ച് ഹൈഡ്രേറ്റഡ് ആക്കാനൊക്കെ തുടങ്ങി. സോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. പോയിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ബേബി സോപ്പ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്ക് അതിൻ്റെ ആക്ച്വലി ബേബി സോപ്പ് ഇങ്ങനെ ബേബികൾക്ക് മാത്രമല്ല യൂസ് ചെയ്യാനുള്ളത്, നമ്മളെ പോലെ എല്ലാവർക്കും യൂസ് ചെയ്യാം. അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല. സോ ആ ഒരു സോപ്പാണ് ഞാൻ മെയിനായിട്ടും ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ഇന്ത്യൻ റെമഡീസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് വല്ലപ്പോഴും ഒക്കെ. കസ്തൂരി മഞ്ഞൾ അങ്ങനത്തെ ചില ഇന്ത്യൻ റെമഡീസ് ഇല്ലേ. സോ അങ്ങനത്തെ ഒരാൾ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ റിക്വസ്റ്റ് ചെയ്ത ആളിനെ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇന്ത്യൻ റെമഡീസ് ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ ചെയ്യാം. ഓക്കെ. പീൽ ഓഫ് മാസ്ക് അതാണ് മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ പിന്നെ വീക്ക് ഡേയ്സിലാണ് ചെയ്യാറുള്ളൂ, ഡെയിലി ചെയ്യാറില്ല. സോ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് സ്ക്രബായിട്ട് യൂസ് ചെയ്യും. സ്ക്രബ് എന്ന് നോക്കുമ്പോൾ ഷുഗറും ഹണിയും മിക്സ് ചെയ്തിട്ടുള്ള സ്ക്രബാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അത് ഫേസിൽ, ലിപ്സിൽ അങ്ങനെ എന്ത് വേണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫേസിന് വേണ്ടി മാത്രമുള്ള സ്ക്രബല്ല. പിന്നെ മെയിനായിട്ടുള്ളത് ഗ്ലിസറിൻ ക്രീമാണ്. സ്കിൻ ബ്രൈറ്റൻ ആക്കാനും വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഗ്ലിസറിൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഗ്ലിസറിൻ എടുത്തിട്ടങ്ങ് വാരിത്തേക്കാനല്ല പറയുന്നത്. ഗ്ലിസറിൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്രീംസ് മോയ്സ്ചറൈസർ ക്രീം അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. സോ ഞാൻ ഗ്ലിസറിൻ ക്രീം യൂസ് ചെയ്യാറുണ്ട്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലിസറിൻ ക്രീമാണ്. ഇത് കോസ്മോ സോഫ്റ്റൻസ് ആൻഡ് പ്രൊട്ടക്ട്സിൻ്റെ ഗ്ലിസറിൻ ക്രീമാണ്. അബ്സോർബ് ചെയ്യും, പക്ഷേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഇത് ആമസോൺ, മീഷോ ഇതിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്നാണ് തോന്നുന്നത്. സോ ഗൈസ്, ഇങ്ങനെയാണ് ഈ ക്രീം വന്നിട്ടുള്ളത്. ഇതെനിക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ തീരെ താല്പര്യമൊന്നുമില്ല. ഞാൻ മെയിനായിട്ടും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ക്രീം അങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ എനിക്കിത് അപ്ലൈ ചെയ്യാൻ അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നാൽ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. കുറച്ചെടുത്തത് കൂടിപ്പോയി. ഞാനിത് എപ്പോഴും ഞാനിങ്ങനെ ഓൺലൈൻ ക്ലാസ്സസ് കാണാറുണ്ട് യൂട്യൂബിൽ. സോ അത് ക്ലാസ് കാണുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യും. ബെഡ് ടൈമിന് മുന്നേ അങ്ങനെയെന്ന് പറയാം. എനിക്കിങ്ങനെ നേരിട്ട് നോക്കിയിട്ട് സ്കിൻ കെയർ അങ്ങനത്തെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് ക്യാമറയിൽ നോക്കി ചെയ്യാൻ എനിക്ക് അത്രയ്ക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ല. ലിപ് ബാംസ് ആണ് എൻ്റെ കയ്യിൽ കൂടുതലുള്ളത്. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീംസ്. ഞാൻ ഒരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്തു, ഒരു ഡവിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത മോയ്സ്ചറൈസിങ് ക്രീം അങ്ങനെ മാറിയിട്ട് ഒറ്റയടിക്ക് യൂസ് ചെയ്യത്തില്ല. എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു രീതിക്കനുസരിച്ച്, ഇപ്പോൾ ഡ്രൈ ആണെങ്കിൽ അതിന് ചേർന്ന ഒരു മോയ്സ്ചറൈസർ, അല്ലെങ്കിൽ ഇപ്പോൾ ഓയിലി ആണെങ്കിൽ അതിന് ചേരുന്ന മോയ്സ്ചറൈസർ, അങ്ങനെയാണ് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ആക്കാറുള്ളത്. സോ എൻ്റെ കയ്യിൽ മെയിനായിട്ടും കൂടുതലുള്ളത് ലിപ് ബാം, മോയ്സ്ചറൈസർ ഇതൊക്കെയാണ്.
സോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡവിൻ്റെ മോയ്സ്ചറൈസറാണ്. 72 hour ലോങ് ലാസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഒരു 24 hours എന്നാണ് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇത് അബ്സോർബ് ചെയ്യാനും കുഴപ്പമില്ല, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. പക്ഷേ അബ്സോർബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ പ്രൊഡക്റ്റ് അങ്ങനെ ഏതാണെന്ന് നോക്കത്തില്ല, റിസൾട്ട് അതാണ് എനിക്ക് മെയിൻ. അതിലാണ് ഞാൻ ഹാപ്പി ആവുക. പാരച്യൂട്ടിൻ്റെ ആണോ ഏതോ ഒരു ഹെയർ ക്രീമിൻ്റെ എന്തോ ഒരു സ്മെല്ല്. സോ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഓയിലിൻ്റെ സ്മെല്ല് അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഇവിടെ മെയിനായിട്ടും ഇതിൻ്റെ ഒരു പിങ്ക് കണ്ടെയ്നറിൽ വരുന്ന ഒരു ഡവിൻ്റെ ഇതാണ് ഞാൻ മെയിനായിട്ടും കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ വേറൊരു ഫ്ലേവർ വന്നിട്ടുള്ളത് യൂസ് ചെയ്തപ്പോൾ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇതിൽ പിന്നെ സെറാമൈഡ് ഉണ്ട്. സെറാമൈഡിൻ്റെ സിറത്തിൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. സോ സെറാമൈഡ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഞാനിത് യൂസ് ചെയ്യുന്നത്. പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത അക്വാളജിക്കയുടെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമുണ്ട്. സോ അതിൻ്റെ സെയിം എക്സാക്റ്റ് ടെക്സ്ചറിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നന്നായിട്ട് തന്നെ അബ്സോർബ് ആവുകയൊക്കെ ചെയ്യും. 72 hour ലോങ് ലാസ്റ്റിംഗ് ഒന്നുമില്ല, അങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നിയത് 24 hours ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാണ് കേട്ടോ. പിന്നെ അടുത്തത് ഈ ഒരു പോണ്ടിൻ്റെ ഈ ഒരു ക്രീമാണ്. സോ ഇതിനകത്ത് ഹൈലറോണിക്, ഇത് ക്രീമല്ല ജെല്ലാണ്. സോ ഗ്ലാസ് സ്കിന്ന് മേക്കപ്പ് ലുക്കിലാണെങ്കിൽ പോലും നമുക്കിത് യൂസ് ചെയ്യാം. എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയിൽ ഞാൻ ഇത് മെയിനായിട്ട് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് നല്ലൊരു ഗ്ലാസ് സ്കിന്ന് മേക്കപ്പ് ലുക്കിലാണെങ്കിൽ പോലും നന്നായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ക്രീമല്ല ജെല്ലാണ്. ഇതിനകത്ത് ഹൈലറോണിക് ആസിഡൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സോ അതിൻ്റേതായ ബെനിഫിറ്റ്സ് എല്ലാം തന്നെ സ്കിന്നിന് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതും ജെല്ലായതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് ഫോർമുലയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നന്നായിട്ട് തന്നെ പെട്ടെന്ന് അബ്സോർബ് ആവുകയും ചെയ്യുന്നുണ്ട്. സോ ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും അങ്ങനെ യൂസ് ആക്കുന്നില്ല. മീൻസ് ഞാനിങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഒരു ലിക്വിഡ് മീൻസ് മെയിനായിട്ടും നമ്മളിങ്ങനെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം അഡ്വർടൈസ്മെൻറ്റിൽ കാണുവാണെങ്കിൽ പോലും അത് ലൈറ്റ് വെയ്റ്റ് വാട്ടർ പോലെ ഇരിക്കും, അതുപോലെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ മോയ്സ്ചറൈസർ ആ ഒരു ലൈറ്റ് ടെക്സ്ചറിൽ വന്നാലും സോളിഡ് ആ ഒരു രൂപത്തിലല്ല മെയിനായിട്ട് നമ്മൾ കാണുക. സോ ഇതെന്ന് വയ്ക്കുമ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ സോളിഡ് പോലെ ഇരിക്കും, അതേ സംഭവം തന്നെ ലിക്വിഡ് ആ ഒരു ഫോമിലേക്ക് ആയതാണ്. സോ ഇത് മോയ്സ്ചറൈസർ തന്നെയാണ്. സോ ഇത് നമുക്ക് ഫേസിലായാലും നെക്കിലായാലും ലെഗ്സിലായാലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ ഹൈ പിഗ്മെൻറ്റേഷൻ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് തന്നെ പ്രിവെൻറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇത് ഡെയിലി അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഫ്രാഗ്രൻസ് ഫ്രീ ആണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് പിന്നെ മീൻസ് ഞാൻ സ്കൂളിൽ പോവുകയാണെങ്കിൽ ഇപ്പം 44 പേരും 44 രീതിയിലുള്ള വെള്ളമാണ് കൊണ്ടുവരിക. അതിപ്പോൾ സാധാരണ രീതിയിലായാലും ഈ എന്താ റിയൽ ഡ്രിങ്കേഴ്സ് ക്യാൻ ഐഡൻറ്റിഫൈ ദ ടേസ്റ്റ് ഓഫ് വാട്ടർ എന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ്. സോ ആ ഒരു രീതിയിൽ ഇതിലെനിക്ക് ഫ്രാഗ്രൻസ് ഉണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്, എനിക്കറിയില്ല. പിന്നെ ലിപ് ബാം മീൻസ് എൻ്റെ കയ്യിലുള്ള എല്ലാ പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ മോയ്സ്ചറൈസർ തന്നെ 3 എണ്ണം ഉണ്ടെങ്കിൽ ഞാൻ അതിലൊരു 2 എണ്ണം അല്ലെങ്കിൽ 1 എണ്ണം അങ്ങനെ ആ രീതിയിലാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുള്ളൂ. സോ അടുത്തത് ഇതാണ്. സോ ഇത് രണ്ടും സെയിം പ്രൊഡക്റ്റാണ്. ഞാൻ ഈ വാസ്ലൈൻ്റെ ഈ ഒരു കുഞ്ഞിത് മേടിച്ചത് നോക്കുമ്പോൾ അതിൻ്റെ വേറെ ഫ്ലേവറിലുള്ളത് തന്നെ ഇവിടെ വേറെ ഒരെണ്ണമുണ്ട്. സോ ഇത് യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ വലുത് മേടിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. സോ ഇത് ഞാൻ മെയിനായിട്ടും ഇത് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. ചന്ദ്രികയിൽ പരിസ്ഥിതി കാണത്തില്ല, അതുപോലെ ഇതെൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് ക്യാൻ യു ബിലീവ് ഇറ്റ് ആ സാധനം അതേപോലെയാണ് എനിക്കിത് വർക്കായത്. ഞാൻ ഇതൊക്കെ പണ്ട് യൂസ് ചെയ്ത കാര്യം പറഞ്ഞിട്ട ഒരു വലിയ കണ്ടെയ്നറിൽ എൻ്റെ വീട്ടിലൊരു വാസ്ലൈൻ ഉണ്ടായിരുന്നു. സോ ആ വാസ്ലൈൻ ഞാൻ പണ്ട് എനിക്ക് ഇതിൻ്റെ യൂസസ് എന്താണെന്ന് പോലും കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ഇപ്പം അതിൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ സ്വർണം പോലെ നോക്കിക്കൊണ്ട് വന്നേനെ. സോ ഫസ്റ്റ് എൻ്റെ കയ്യിൽ വാസ്ലൈൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ മെയിനായിട്ടും വാസ്ലൈൻ എടുക്കും, എന്നിട്ട് അത് കൈ കൂടി ഇങ്ങനെ അപ്ലൈ ചെയ്യും. എന്നിട്ടൊരു വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ കലക്കിയിട്ട് ചുമ്മാ കൊണ്ടേ കളയും. അതുപോലെ ഈ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ കഷായം അങ്ങനെയുള്ള ഒരിതൊക്കെ ഇല്ലേ, മീൻസ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം അതിലേക്ക് വാസ്ലിൻ ഇടും. എന്നിട്ട് അതിങ്ങനെ ഞാനിങ്ങനെ ഇളക്കും, എന്നിട്ട് അത് ചെടിക്ക് കൊണ്ട് ഒഴിക്കും. ഇതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ഇത്തരത്തിൽ വിയേർഡായിട്ടുള്ള തിങ്സൊക്കെയാണ് ഞാൻ അന്ന് വാസ്ലൈൻ കൊണ്ട് ചെയ്തത്. മെയിനായിട്ടും കൊറോണ ടൈമിൽ ബോറടിച്ചിരുന്നപ്പോഴാണ് ചെയ്തത്. ഇപ്പം എനിക്കതിൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ യൂസസ് മനസ്സിലായത്. സോ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്
ലിപ് ബാം ആയിട്ടാണ്. സോ ഇതെനിക്ക് യൂസ് ചെയ്യുന്നതിൽ നന്നായിട്ട് തന്നെ പിഗ്മെൻറ്റേഷനിൽ എൻ്റെ ലിപ്സിൽ കുറച്ച് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്. സോ പിഗ്മെൻറ്റേഷനൊക്കെ അകറ്റി നിർത്തുന്നത് പോലെ എനിക്ക് തോന്നി. സോ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലിപ് ബാം ആയിട്ടാണ്. ഇത് നമുക്ക് പല രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. ഐ മീൻ മസ്കാരി ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഷേപ്പിലായിട്ട് ഒന്ന് ഒതുങ്ങി കൂടിയിട്ട് ഇരിക്കണമെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. സോ അങ്ങനെ പല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ ലിപ് ബാം ആയിട്ടാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ ലിപ്സിലൊക്കെ നന്നായിട്ട് തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ലിപ് ബാം ആയിട്ട് യൂസ് ചെയ്തതിന് കഴിഞ്ഞ ശേഷം ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് മാറിയ പോലെ തോന്നി. ഒരു 15 ഡേയ്സിനുള്ളിൽ നല്ല ലിപ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഇത് 5 രൂപയ്ക്ക് കിട്ടും, 10 രൂപയ്ക്ക് കിട്ടും, 80 രൂപയ്ക്ക് കിട്ടും. അങ്ങനെ പല പല രീതിയിൽ കിട്ടുന്നതാണ്. പിന്നെ ഒരു പിങ്ക് ടിൻറ്റ് നൽകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രീതിയിൽ തന്നെ പിങ്ക് കളറിൽ വരുന്ന മീൻസ് ആ ഒരു രീതിയിൽ ചെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള വാസ്ലൈൻ അവൈലബിൾ ആണ്. എനിക്കത് നെക്സ്റ്റ് ലിപ് ബാം ആ ഒരു രീതിയിൽ മേടിക്കുവാണെങ്കിൽ എനിക്കത് മേടിക്കണം എന്നാണ് ആഗ്രഹം. ഇത് ഞാൻ ആക്ച്വലി ലിപ് ബാം ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഇത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ വലുത് ഞാൻ മേടിക്കത്തുള്ളൂ. സോ ഇത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തത് ലിപ് ബാം ആയിട്ടൊക്കെ ആയിരുന്നു. പക്ഷേ പിഗ്മെൻറ്റേഷൻ അകറ്റുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇതിനേക്കാളും ഫാസ്റ്ററായിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് എനിക്കിതിൽ നിന്ന് കിട്ടിയത്. ഇത് ലിപ് ബാം ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ്, പക്ഷേ പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടില്ല. ഇത് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നല്ല ഹെൽപ്ഫുള്ളാണ്. കാരണം ഇത് ആലോവേറയുടെ ഒരു ഫ്ലേവറാണ്. സോ ഇതാണ് ഞാൻ എൻ്റെ വീക്കെൻഡ് ഡേയ്സിൽ ചെയ്യുന്ന സ്കിൻ കെയർ. ഡെയിലി ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. സോ ഈ വീഡിയോ ഇതിപ്പോൾ ഏതൊരു ബുധനാഴ്ചയാണ്. സോ ഇത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാവാം, 1 മന്ത് കഴിഞ്ഞിട്ടാവാം, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ വരും. ഐ തിങ്ക് ഈ പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആകും എന്നാണ് കരുതുന്നത്. Bye. I hope you liked this video. So like, share, comment and subscribe. Bye.